അധികാരത്തിൽ ഹിരണ്യക്കൊണ്ട ചിത്രസംഭവമായി ദുഷ്ടനായിരിക്കുന്ന ഹിരണ്യകശിപിനെ വധിച്ചു. ഭക്തനായിരിക്കുന്ന പ്രഹ്ലാദനെ സായുധത്തെ കൊടുത്തു. അന്ന് പരദേവത അല്ലെ, അന്ന് വസിക്ക ചെയ്ത ഭഗവാൻ നാരായണൻ നരസിംഹമൂർത്തിയായിട്ട് അന്ന് അവതാരം ചെയ്തു. ഹലോ, അപ്പം ഒരു വടക്കൻ യാത്രയിലെ രണ്ടാം ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ നിൽക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ തന്നെ ഒരു ഗ്രാമത്തിലാണ്. മൗക്കോട് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്, മൗക്കോട്. ഈ കാണുന്നതാണ് കേട്ടോ മൗക്കോട് എന്ന് പറയുന്ന ജംഗ്ഷൻ. അപ്പോൾ നമുക്കിവിടെ ചെറിയൊരു റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അവിടെ ചെരുപ്പുകൾ കിടക്കുന്നത് കണ്ടു, നമ്മുടെയാണ് കേട്ടോ. അവിടെയാണ് നമ്മുടെ റൂം. അപ്പോൾ അവരവിടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക, നമുക്ക് അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ട. ഓക്കെ, ഇതാണ് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന വഴി. ഇത് ബാത്റൂമാണ്, അത്യാവശ്യം നല്ല ബാത്റൂം തന്നെയാണ്. സ്റ്റെപ്പ് ഇറങ്ങി 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 അപ്പോൾ നമ്മളിവിടെ വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇവിടെ നമ്മളിവിടെ കാവുകളുണ്ടല്ലോ, കാവുകൾ. ഇവിടെ കാവുകൾക്ക് ഇവർ പതി എന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ തെയ്യക്കോലങ്ങൾ കെട്ടിയാടാറുണ്ട്. അപ്പം അത് നമ്മൾ കാണാൻ വേണ്ടി വന്നതാണ്. തെയ്യക്കോലങ്ങൾ, തെയ്യം ഉറഞ്ഞു തുള്ളുന്ന എങ്ങനെയാണെന്നൊക്കെ നമ്മൾ കാണാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇന്നലെ യാത്രാ ക്ഷീണം തീർത്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛനും ബാക്കിയുള്ളവരൊക്കെ അകത്തുണ്ട്. നമ്മൾ 4 പേരാണ് മൊത്തത്തിൽ വന്നത്. ഇവിടെ അടുത്തൊരു കാവുണ്ട്, അവിടെ ഒരു ചെറിയ തെയ്യമുണ്ട്, ചെറുതല്ല, ഒരു തെയ്യമുണ്ട്. അപ്പോൾ അത് നമ്മൾ കണ്ടിട്ട് ഇവിടെ ഒരു ഊരുണ്ട്, ഇവിടെ ട്രൈബൽസ് കൂടുതലുള്ളൊരു ഊരുണ്ട്. അപ്പോൾ അവിടെ കുറേ തെയ്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നതാണ്. അപ്പോൾ വീഡിയോ കാണുന്നവർ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, മറക്കല്ല, ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. അങ്ങനെ നമ്മൾ തെയ്യം നടക്കുന്ന കാവിലേക്ക് പോവാണ് കേട്ടോ. ഇത് കാവിൻ്റെയൊക്കെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് കെട്ടിയ തോരണങ്ങളാണെന്ന് തോന്നുന്നു. മൗക്കോട് ശ്രീ ചാമുണ്ടേശ്വരി ക്ഷേത്രം കളിയാട്ട മഹോത്സവം ക്ഷേത്ര സന്നിധിയിലേക്ക് സ്വാഗതം. ഇതാണ് വഴി. കണ്ടിട്ട് ഒത്തിരി ദൂരമുണ്ടെന്ന് തോന്നുന്നു നടക്കാനെ കൊണ്ട്. വഴിയൊക്കെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് സെറ്റാക്കി വെച്ചേക്കുക. അങ്ങനെ നമ്മൾ ഇങ്ങ് കേരളത്തിൻ്റെ അങ്ങ് വടക്കേയറ്റം കാസർഗോഡ് ജില്ലയിൽ നമ്മൾ തെയ്യം കാണാൻ വന്നിരിക്കുകയാണ്. ഇവിടെ സ്റ്റേജൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ എന്തോ പ്രോഗ്രാം, ഇനി ഇവിടെ വെച്ചാണോ എന്ന് അറിയത്തില്ലല്ലോ. സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ കാവിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു ചെറിയ കടയൊക്കെ കാണാം. കേസ് അങ്ങനെ തെയ്യം തുടങ്ങിയില്ല, 11 മണിയാവും തുടങ്ങാനൊക്കെ. ഇവിടെ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ എടുക്കാനല്ലേ ഈ സമയത്ത് തെയ്യം ബാക്കിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചോദിച്ചപ്പോൾ വീഡിയോ എടുക്കാമെന്നാണ് പറഞ്ഞത്. എന്തായാലും നോക്കാം. ഇവിടുത്തെ ക്ഷേത്രത്തെ പറ്റിയുള്ള ബോർഡൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇത് ഏത് തെയ്യം? ഏത് തെയ്യം? വിഷ്ണുമൂർത്തി. ഇത് വിഷ്ണുമൂർത്തി തെയ്യമാണ്. തെയ്യത്തിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ മാക്കോട് എന്ന് പറഞ്ഞൊരു ദേവസ്ഥാനത്താണ്. ഇന്നിവിടെ തെയ്യം കളി നടക്കുന്ന ദിവസമാണ്. അപ്പോൾ ഗുളികനുണ്ട്, ചാമുണ്ടിയുണ്ട്, വിഷ്ണുമൂർത്തിയുണ്ട്. അപ്പോൾ അതിനു മുമ്പ് രണ്ട് കാര്യമുണ്ട്. നമ്മൾ കല്ലേലി അപ്പൂപ്പൻ്റെ മണ്ണിൽ നിന്നും വന്നു, പറശ്ശിനിക്കടവ് അപ്പൂപ്പൻ്റെ മണ്ണിൽ കൂടെ വന്നു. തെയ്യങ്ങളുടെയും തെയ്യക്കോലങ്ങളും കെട്ടിയാടുന്ന തെയ്യത്തിൻ്റെ തറവാടായ കാസർഗോഡ് എന്ന് പറയുന്ന സ്ഥലത്തെ കാഞ്ഞങ്ങാട് മൗക്കോട് എന്ന് പറഞ്ഞ ദേവസ്ഥാനത്താണ്. അപ്പോൾ ഇന്നത്തെ തെയ്യം കഴിഞ്ഞ് ഇവിടെ അടുത്തൊരു ട്രൈബൽ ഊരുണ്ട്. അവരുടെ ഊരിൽ രാത്രി തെയ്യക്കോലങ്ങൾ നിറഞ്ഞാടുകയാണ്. ബ്ലാത്തികളും മരുത്തന്മാരെല്ലാം വിളിച്ചു ചൊല്ലുന്ന ദിവസം കൂടെയാണ്. എന്തായാലും നമുക്ക് കാസർഗോഡ് വന്ന് നേരിട്ട് തെയ്യങ്ങൾ കാണുവാനും ആ തെയ്യക്കോലങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും സാധിച്ചതിൽ വളരെ ഏറെ സന്തോഷം പ്രകടമാക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, അഭിജിത്ത് വ്ലോഗ്. അപ്പോൾ ബാക്കി കാഴ്ചകൾ നമുക്ക് ഒന്നൊന്നായിട്ട് കാണാം. ഓക്കെ.
നദി കടന്നു ഹിരണ്യക്കോട്ട ചിത്രസംഭവമായി നരസിംഹമൂർത്തിയായിട്ട് അന്ന് അവതാരം ചെയ്തു. അവതാരത്തെ ചെയ്തിരിക്കുന്ന പ്രകാരം അത് തണ്ടാർമാനിനെ എന്നിരിക്കുന്നതാകുന്ന ദേവകന്യാവിനകത്ത് ലോകത്തെ പരിപാലനം ചെയ്തിരുന്ന നാരായണൻ വസിക്കുന്ന കാലം അല്ലേ? പറമ്പത്തെ തൂറിൽ കാട്ടിയിരിക്കുന്നതാകുന്ന കുറുവാട്ട് കുറുപ്പ് എന്നിരിക്കുന്നതാകുന്ന വ്യാഘ്രം കയ്യെടുത്തു അല്ലേ? എന്താ കുറുവാട്ട് കുറുപ്പ് ഗ്രഹിച്ചത്? കണ്ണൻ വന്നു. കണ്ണന്റെ ഗണച്ഛേദം ചെയ്യണം. അങ്ങനെ നമ്മളിവിടെ ക്ഷേത്രത്തിലെ തെയ്യങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് പോകേണ്ടത് ഊരിലേക്കാണ്. ഊരിൻ്റെ പേര് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അവിടേക്കാണ് നമ്മുടെ ഈ തുളു ഭാഷ സംസാരിക്കുന്ന യഥാർത്ഥ തെയ്യക്കോലങ്ങളുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് അവിടേക്കാണ്. ഗാന്ധിജി പറഞ്ഞ പോലെ തന്നെ എന്താണ് ഇന്ത്യയുടെ ആത്മാവിരിക്കുന്നത് ഗ്രാമങ്ങളിലാണ് എന്ന് പറയുന്ന പോലെ തന്നെ കാസർഗോട്ടെ തെയ്യങ്ങളുടെ യഥാർത്ഥ ആത്മാവിരിക്കുന്നത് ഊരുകളിലാണ്. അപ്പോൾ അടുത്ത കാഴ്ച നമ്മൾ ഊരിലേക്കാണ്. ഓക്കെ.